ബംഗളൂരുവിൽ PGക്ക് പഠിക്കുകയായിരുന്നു നടുവട്ടം സ്വദേശിയായ ഗായത്രിയും ആന്ധ്ര സ്വദേശിയായ സൗജന്യയും. ഒരു പ്രൊജക്ടിന്റെ ആവശ്യത്തിനാണ് സൗജന്യ നടുവട്ടത്തിലുള്ള ഗായത്രിയുടെ വീട്ടിലേക്ക് എത്തിയത്. അങ്ങനെ കുറച്ച് ദിവസം ഇവിടെ വീട്ടിൽ നിൽക്കുന്നു. പിന്നീട് അറിയുന്നത് വീട്ടിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളുമായി സൗജന്യ മുങ്ങി എന്നുള്ള വാർത്തയാണ്. പിന്നീട് ഇപ്പോൾ പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ പ്രതിയായ സൗജന്യയെ പോലീസിന് പിടികൂടാനായി കഴിഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. പിന്നെ നോർമലി എല്ലാ സാധനവും അതേപോലെ നോർമലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ റൂമായിട്ട് അത്രയും കോൺടാക്റ്റുള്ള ആരൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അവരൊറ്റ റീസൺ കൊണ്ട് മാത്രമാണ് നമ്മൾ ആ കുട്ടീനെ പേര് പറയാൻ കാരണം വെച്ചാൽ ആ കുട്ടി നിന്നത് നമ്മളെ റൂമിൻ്റെ ഓപ്പോസിറ്റുള്ള റൂമിലായിരുന്നു. അവിടെ അറ്റാച്ച്ഡ് ബാത്റൂമില്ലാത്തതുകൊണ്ട് നമ്മളെ റൂമാണ് യൂസ് ചെയ്തത്. അപ്പോൾ അവൾ ഇതിനൊക്കെ വരുന്ന സമയത്ത് ഞാനും വൈഫും പുറത്തിറങ്ങി നിൽക്കലാണ്. അപ്പോൾ ആ കുട്ടി മാത്രമേ റൂം യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ എൻ്റെ അച്ഛനും തോന്നിയിട്ടില്ല. എനിക്ക് മാത്രമല്ല എൻ്റെ കോളേജിൽ ആർക്കും തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടോയെന്ന്. അവൾ ബിഹേവ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര റിച്ചാണ്, അങ്ങനെയാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും എനിക്കറിയില്ല അവൾ റിച്ചാണോ അതോ എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്നുള്ളത്. നമ്മൾ വിശ്വസിച്ച് ഇവിടുത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഞെട്ടലുണ്ടോ ഈ സ്വർണ്ണമായിട്ടൊക്കെ പോകുകയെന്ന് പറയുമ്പോൾ? അത് സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഭയങ്കര ഷോക്കായിരുന്നു. ഒന്നാമത് ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇതെങ്ങനെ ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഒരുപാട് ആൾക്കാർ കുത്തുവാക്കുകളും ഒക്കെ പറയേണ്ടിയിരുന്നു. പക്ഷേ ഞങ്ങൾ സ്ട്രോങ് ആയിട്ടത് പോയി. പിന്നെ പോലീസുകാർ കൂടെ ഉണ്ടായിരുന്നു കട്ടയ്ക്ക്. അപ്പോൾ എന്തായാലും കണ്ടുപിടിച്ചല്ലോ, ഒരുപാട് സന്തോഷം. പ്രതിനെ എന്തായാലും പിടികൂടാനായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഇപ്പോൾ സാറ് രാത്രിയായപ്പോൾ വിളിച്ച് പറഞ്ഞു അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. പിന്നെ ഓൾമോസ്റ്റ് ന്യൂസിൽ വന്നപ്പോഴേക്കും എനിക്കത് ന്യൂസിൽ വരാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും സന്തോഷം.